today's message. വേഗത്തിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ദൂതിലേക്ക് കടക്കാം. Glory be to God. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Behind every message, there is some incidents which happen in our lives. ഓരോ ദൂതിനും പിറകിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളുണ്ട്. See, it is not that we just sit and pray and get the message. Sometimes God gives message through an incident. ഇങ്ങനെ മാത്രമല്ല, ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ഞങ്ങൾക്ക് ദൂത് കിട്ടുന്നു. ചിലപ്പോൾ ചില സംഭവങ്ങളിലൂടെയും ഞങ്ങൾക്ക് ദൂത് ലഭിക്കുന്നു. This incident I got because of a question which was asked by a young boy. ഒരു ചെറിയ ബാലൻ ചോദിച്ച ചോദ്യം മുഖാന്തരമാകുന്നു ഈ ദൂത് എനിക്ക് ലഭിച്ചത്. I'm going to ask the same question to you. ഞാൻ അതേ ചോദ്യം നിങ്ങളോടും ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. And I want every one of you to keep your notebooks and your pen and write the notes, please. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കും പേനയും തയ്യാറാക്കി വെക്കണം. നിങ്ങൾ പതിവായി നോട്ട് എഴുതണം. Because these are very important things. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാകുന്നു. Right. The boy asked me, ഈ ബാലൻ എന്നോട് ചോദിച്ചു, is God everywhere or not? ദൈവം എല്ലായിടത്തും ഉണ്ടോ ഇല്ലയോ? Tell me the answer. നിങ്ങൾ ഉത്തരം പറയുക. Yes. Then why we should come to a place called church and pray there? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ സഭ, ചർച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് നാം പ്രാർത്ഥിക്കണം? God is there in my house. ദൈവം എന്റെ ഭവനത്തിലുണ്ട്. God is there in my room. എന്റെ മുറിയിലുണ്ട്. Then why can't I sit there and pray, or why can't I sit there and listen to a message in a YouTube and you are saying that is wrong, you have to come to church? അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് എന്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് ഒരു യൂട്യൂബിലെ ഒരു ദൂത് ശ്രവിച്ചുകൂടാ? നിങ്ങൾ പറയുന്നു നിങ്ങൾ സഭയിലേക്ക് വന്ന് ഇത് ആരാധിക്കണമെന്ന്. എന്തുകൊണ്ട്? Tell me why. നിങ്ങൾ പറയുക. Fellowship is okay. In my house also I can call all my friends and we can gather together. We can have a fellowship there. കൂട്ടായ്മ വേണമെന്ന് പറയുന്നു. എന്നാൽ കൂട്ടായ്മ എന്റെ ഭവനത്തിലും എന്റെ സുഹൃത്തുക്കളുമായി എനിക്ക് കൂട്ടായ്മ ആചരിക്കാം. No, even in my house when I am gathering, God will be in my midst, right? എന്റെ ഭവനത്തിലും ഞാൻ മറ്റുള്ളവരോട് കൂടി ആയിരിക്കുന്നുവെങ്കിൽ ദൈവം അവിടെ വരും. Jairus? Then the boy will call me, brother, you come to my house. Why should I come to your house? അങ്ങനെ ആകുന്നുവെങ്കിൽ സുവിശേഷ വേലക്കാർ എന്റെ വീട്ടിലേക്ക് വരട്ടെ, ഞാൻ എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരണമെന്ന് ബാലൻ എന്നോട് ചോദിച്ചാലോ? Sometimes the questions are very tricky. ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതാകുന്നു. And if you don't have the tongue of the learned, you cannot answer them exactly. ഒരു ശിഷ്യന്റെ മനസ്സ് അഥവാ പഠിച്ചിരിക്കുന്നവന്റെ ഒരു നാവ് നിങ്ങൾക്കില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയുവാൻ സാധിക്കില്ല. I asked that boy. ഞാൻ ആ ബാലനോട് ചോദിച്ചു, air is everywhere, right? വായു എല്ലായിടത്തും ഉണ്ട്, അങ്ങനെയല്ലേ? Yes or no? ശരിയല്ലേ? Then why are you putting that inside your car wheel? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാകും നിങ്ങളുടെ കാറിന്റെ വീലിനകത്ത് നിങ്ങൾ എയർ അടിക്കുന്നത്? Why? Air is everywhere. വായു എല്ലായിടത്തും ഉണ്ട്. Then why in that specific place? എന്തുകൊണ്ട് അങ്ങനെ നിങ്ങൾ കാറിന്റെ ടയറിൽ ചെയ്യുന്നു? See, you have to understand there are certain things can be experienced only in certain places. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ മാത്രമേ അനുഭവിക്കുവാൻ സാധിക്കൂ. The title of my today's message എന്റെ ഇന്നത്തെ ദൂതിന്റെ തലക്കെട്ട് is why should I come to church? ഞാൻ എന്തിന് സഭയിൽ വരണം? Why should I come to Bible study? ഞാൻ എന്തുകൊണ്ട് വേദപഠനത്തിന് വരണം? Why should I come to tarrying meeting? എന്തിന് ഞാൻ കാത്തിരിപ്പ് യോഗത്തിന് വരണം? Why should I come and attend all the meetings in the എല്ലാ church? കൂടിവരവുകളും വന്ന് എന്തുകൊണ്ട് ഞാൻ സംബന്ധിക്കണം? For our today's meditation, let us turn to Psalms 122. ഇന്നത്തെ ധ്യാനത്തിനായി 122 സങ്കീർത്തനത്തിൽ Let's read verse 1. ഒന്നാം വാക്യം വായിക്കാം. Yes. Glory be to God. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. See, there is a lot of things I want to tell. I don't have time, so listen carefully. പല കാര്യങ്ങളും എനിക്ക് പറയുവാനുണ്ട്, എങ്കിലും സമയച്ചുരുക്കത്താൽ നിങ്ങൾ അത് പറയുവാൻ സാധിക്കില്ല. ശ്രദ്ധിച്ചിരിക്കണമേ. Psalm 120 to 134 is called a song of degrees. 120 സങ്കീർത്തനം മുതൽ 134 സങ്കീർത്തനം വരെ ആരോഹണ ഗീതം എന്ന് പറയപ്പെടുന്നു. These are the songs which the people used to chant
while they went up to Jerusalem for the feast. യെരുശലേമിൽ ഉത്സവത്തിനായി പോകുമ്പോൾ ജനങ്ങൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ പാടിയിരുന്ന പാട്ടായിരുന്നു ഇത്. Glory be to God. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. So when the psalmist is saying, when the David is saying, I was glad when they said unto me, let us go into the house of the Lord. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദാവീദ് പറയുന്നു, യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. You have to understand, in those days of David there was no temple. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദാവീദിന്റെ കാലഘട്ടത്തിൽ അന്ന് ദേവാലയം ഇല്ലായിരുന്നു. There was only tabernacle. അവിടെ സമാഗമന കൂടാരം മാത്രമേ And you ഉണ്ടായിരുന്നുള്ളൂ. know what? എന്തോ നിങ്ങൾക്കറിയാമോ, David cannot even go inside the veil. ആ തിരശ്ശീലയ്ക്ക് ഉള്ളിലേക്ക് പോലും ദാവീദിന് കടക്കുവാൻ സാധിക്കുമായിരുന്നില്ല. Because he is from the tribe of Judah. കാരണം താൻ യഹൂദാ ഗോത്രത്തിലുള്ളവനായിരുന്നു. So he can only go till the outer court. അങ്ങനെയെങ്കിൽ അവന് പ്രാകാരത്തിൽ മാത്രമേ വരുവാൻ സാധിക്കൂ. And David was so happy even to go into the outside court. ആ പ്രാകാരത്തിൽ പോകുന്നത് തന്നെ ദാവീദിന് വളരെയധികം When somebody സന്തോഷമുണ്ടാകുന്നതായിരുന്നു. said that, come on David, let's go to the church today, David was so excited. ആരെങ്കിലും പറയുകയാകുന്നു, ദാവീദേ നമുക്ക് പോകാം, കർത്താവിന്റെ ആലയത്തിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ദാവീദ് വളരെയധികം സന്തോഷിച്ചു. How about our children? എങ്ങനെ നമ്മുടെ Get up, കുഞ്ഞുങ്ങൾ let's go to Sunday school. എഴുന്നേൽക്കണം, നമുക്ക് സൺഡേ സ്കൂളിൽ പോകണമെന്ന് പറയുമ്പോൾ Only one day is leave. In that day also you keep a school, scripture school. ഒരു ദിവസം മാത്രം അവധിയുണ്ട്, ആ ദിവസവും നിങ്ങൾ സ്ക്രിപ്ചർ സ്കൂൾ വെക്കുന്നു. Huh? Our children are not happy. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമില്ല. Now if I say, okay, today after this meeting we all are going for beach. ഇന്ന് ഞാൻ പറയുകയാകുന്നു, ഈ കൂടിവരവിന് ശേഷം നമുക്ക് എല്ലാവർക്കും ബീച്ചിൽ പോകാം. How you will feel? നിങ്ങൾ എത്ര പേർ എങ്ങനെയാകും നിങ്ങൾ തോന്നുക? Huh? Excited, happy, delighted. ആവേശഭരിതരായിരിക്കും, Next week സന്തോഷപ്പെട്ടവരായിരിക്കും. if I say, അടുത്ത ആഴ്ച ഞാൻ പറയുന്നുവെങ്കിൽ they will come, everyone will come half an hour before itself. അരമണിക്കൂർ നേരത്തെ തന്നെ എല്ലാവരും വരും. Because കാരണം എന്താകുന്നു, there is a joy. അതിൽ സന്തോഷമുണ്ട്. But why there is no joy to come to church? എന്നാൽ സഭയിലേക്ക് വരുവാൻ എന്തുകൊണ്ട് ആ സന്തോഷമില്ല? Coming to church, oh, I am tired. സഭയിലേക്ക് വരുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് Having ക്ഷീണമാകുന്നു, headache. എനിക്ക് തലവേദനയുണ്ട്, I'm having this and that. ഈ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്. So today I want to tell you ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, 5 beautiful things you will get only when you come to the church. നിങ്ങൾ സഭയിലേക്ക് വരുമ്പോൾ മാത്രം ലഭിക്കുന്ന 5 മനോഹരമായ കാര്യങ്ങളെ കുറിച്ച്. If you don't come to church, you are not going to get this. നിങ്ങൾ സഭയിലേക്ക് വരുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ലഭിക്കില്ല. This is called as the gate of heaven. ഇതാകുന്നു സ്വർഗത്തിലേക്കുള്ള പടിവാതിൽ If എന്ന് you പറയുന്നത്. don't come to this gate, you can never get into heaven. നിങ്ങൾ ഈ വാതിലിലേക്ക് വരുന്നില്ലെങ്കിൽ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കില്ല. You know, God said to Solomon, ശലോമോനോട് ദൈവം പറഞ്ഞു, for the prayers which are offered in this place, my eyes are open and my ears are attentive. ഈ സ്ഥലത്ത് നീ കഴിക്കുന്ന പ്രാർത്ഥനകൾക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കും, എന്റെ ചെവി തുറന്നിരിക്കും. So East Talam, that is very important. ഈ സ്ഥലം എന്നത് വളരെ This പ്രധാനപ്പെട്ടതാകുന്നു. church is very important. ഈ സഭ എന്നത് വളരെ പ്രാധാന്യമുള്ളതാകുന്നു. Glory be to God. ദൈവനാമത്തിന് മഹത്വം. So let us see why we should come to church, or what I get when I come to church. എന്തുകൊണ്ട് നാം സഭയിലേക്ക് വരണം, അല്ലെങ്കിൽ സഭയിലേക്ക് വരുന്നത് കൊണ്ട് എനിക്ക് എന്താണ് ലഭിക്കുക എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. For church there are so many names in the Bible, സഭയ്ക്ക് വേദപുസ്തകത്തിൽ പല പേരുകളുണ്ട്. and one of the name is called a sanctuary. ഒരു പേരെന്നത് തിരുനിവാസം എന്നാകുന്നു. Sanctuary. തിരുനിവാസം. Sanctuary means a separated place. ഒരു വ്യത്യസ്തമായി വേർതിരിക്കപ്പെട്ട സ്ഥലം എന്നാകുന്നതിന്റെ അർത്ഥം. Sanctification means separating, set apart. വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുക. Sanctuary means a separated place. തിരുനിവാസം എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തമായ വേർതിരിക്കപ്പെട്ട സ്ഥലം. Let me explain you what it is in a simple way. ഞാൻ ലളിതമായ വാക്കുകളിൽ പറഞ്ഞുകൊള്ളട്ടെ. Is there Indian embassy in Dubai? ദുബായിൽ ഇന്ത്യൻ എംബസി ഉണ്ടോ? Right? Where? Okay. For an example, if you go to a country, if you go to any country, നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് there will പോകുന്നുവെങ്കിൽ be an embassy there. The country's embassy. അവിടെ നയതന്ത്രാലയം ഉണ്ടായിരിക്കും. You know what is that? Do you know what is that? എന്താകുന്നു അത് നിങ്ങൾക്കറിയാമോ? If you go to US, നിങ്ങൾ അമേരിക്കയിൽ there is പോകുമ്പോൾ an Indian embassy. അവിടെ ഇന്ത്യൻ എംബസി ഉണ്ട്. And if you do anything wrong, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, if you run to the Indian embassy, ആ നയതന്ത്ര കാര്യാലയത്തിലേക്ക് നിങ്ങൾ പോകുന്നുവെങ്കിൽ, in the Indian embassy only the Indian government rules are applicable. ആ ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യൻ നിയമങ്ങൾ മാത്രമേ ബാധകമാകൂ. There no other country can come and do anything. അവിടെ മറ്റൊരു രാജ്യത്തിനും വന്ന് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. So Indian embassy in America is like a mini India in America. അമേരിക്കയിലുള്ള ഇന്ത്യൻ എംബസി എന്നത് അമേരിക്കയിലുള്ള ഒരു മിനി ഇന്ത്യ പോലെയാകുന്നു. Did you understand that? നിങ്ങൾക്കത് മനസ്സിലായോ? Right?
If your visa is over, police is trying to catch you, you run to Indian embassy, Indian government will take care of you. They will help you. നിങ്ങളുടെ വിസ കാലാവധി തീർന്നു, പോലീസ് നിങ്ങളെ പിടിക്കുവാൻ വന്നാൽ നിങ്ങൾ ഇന്ത്യൻ എംബസിയിൽ പോയാൽ അവിടെ അവർ നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളും. They will take care of Indians. അവർ ഇന്ത്യക്കാരെ സംരക്ഷിച്ചുകൊള്ളും. Now, ഇപ്പോൾ what is the kingdom? What is the church? ഇപ്പോൾ എന്താകുന്നു സഭ? Church is an embassy of heaven. സ്വർഗത്തിന്റെ ഒരു എംബസി അഥവാ നയതന്ത്ര It കാര്യാലയമാകുന്നു is ഇത്. a small place where only the heavenly rules are applicable and not the earthly rules. സ്വർഗീയമായ നിയമങ്ങൾ മാത്രം ബാധകമാകുന്ന ഒരു പ്രത്യേക സ്ഥലമാകുന്നു ഇത്. So this is the embassy of heaven. ഇത് സ്വർഗത്തിന്റെ എംബസി ആകുന്നു. That is why Jacob said it's none other than the house of God. It is the gate of heaven. അതുകൊണ്ടാകുന്നു യാക്കോബ് പറയുന്നത് ഇത് സ്വർഗത്തിന്റെ വാതിലല്ലാതെ മറ്റൊന്നുമല്ല. Glory be to God. ദൈവത്തിന് മഹത്വം. So as I said, the name sanctuary, തിരുനിവാസം എന്ന വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ let me explain you the 5 secrets in his sanctuary. തിരുനിവാസത്തിലുള്ള 5 രഹസ്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. So what is the first secret in the sanctuary? ഈ തിരുനിവാസത്തിലുള്ള ആദ്യത്തെ രഹസ്യം എന്താകുന്നു? Or what do you get when you come to the sanctuary? അഥവാ നിങ്ങൾ ഈ തിരുനിവാസത്തിലേക്ക് വരുമ്പോൾ എന്താകുന്നു ലഭിക്കുക? Turn with me to Psalms chapter 20. 20-ാം സങ്കീർത്തനത്തിലേക്ക് തിരിയാം. Let us read verse 1 and verse 2. 1ഉം 2ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Yes. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരവരുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. Okay, glory be to God. ദൈവനാമത്തിന് Now മഹത്വം. what is the first thing you get in sanctuary? എന്താകുന്നു ഈ തിരുനിവാസത്തിൽ ലഭിക്കുന്ന ആദ്യത്തെ കാര്യം? Help. സഹായം. See, if you want help, you have to come to this embassy. നിങ്ങൾക്ക് സഹായം ആവശ്യമാകുന്നുവെങ്കിൽ നിങ്ങൾ ഈ എംബസിയിലേക്ക് വരണം. You have to come to this heavenly embassy. ഈ സ്വർഗീയ എംബസിയിലേക്ക് നിങ്ങൾ വരണം. Because the help will proceed from the sanctuary. കാരണം ഈ തിരുനിവാസത്തിൽ നിന്നാകുന്നു സഹായം പുറപ്പെടുന്നത്. So many people, they come to they are finding very hard to come to church and they are asking for help to pray. പലരും സഭയിലേക്ക് വരുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളവരായിരിക്കുന്നു. എന്നാൽ അവർ സഹായം ചോദിക്കുന്നു. See, if you want help and if you don't come to church, I tell you, you cannot get the help of God. നിങ്ങൾ സഭയിലേക്ക് വരുവാൻ മടി കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ദൈവത്തിന്റെ സഹായം ലഭിക്കുവാൻ ബുദ്ധിമുട്ടാകുന്നു. Listen carefully. വളരെ ശ്രദ്ധിച്ചിരിക്കുക. If you want something from God, you have to do something for God. നിങ്ങൾ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ You ചെയ്യണം. understand that? നിങ്ങൾ അത് മനസ്സിലാക്കുന്നു. It's like a give and take relationship. അത് കൊടുക്കൽ വാങ്ങൽ എന്ന രീതിയിലാകുന്നു. If you don't come to the church, നിങ്ങൾ സഭയിലേക്ക് വരുന്നില്ലെങ്കിൽ, you are sick and you are sitting in your house, നിങ്ങൾ രോഗിയായി ഭവനത്തിലിരിക്കുമ്പോൾ and you are asking brother pray, സഹോദര പ്രാർത്ഥിക്കണം, brother will pray. സഹോദരൻ പ്രാർത്ഥിക്കും. But the help from where it will come? എന്നാൽ സഹായം എവിടെ നിന്നാകുന്നു വരുന്നത്? Where it will come? എവിടെ നിന്നാകുന്നു വരുന്നത്? It will come only from the church, in the presence of God. അത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അഥവാ സഭയിൽ നിന്ന് മാത്രമേ വരൂ. Glory be to God. ദൈവത്തിന് മഹത്വം. You see, there was a man. He is a person who goes to Assembly of God. ഒരു വ്യക്തി ഉണ്ടായിരുന്നു. താൻ അസംബ്ലി ഓഫ് ഗോഡിലേക്ക് പോകുന്ന വ്യക്തിയായിരുന്നു. After the meeting got over, he came and told their pastor, കൂടിവരവിന് ശേഷം വന്ന് പാസ്റ്ററോട് ഇപ്രകാരം പറഞ്ഞു, Pastor, please announce everyone that my dad passed away this morning. പാസ്റ്റർ എല്ലാവരോടും ഒന്ന് പ്രസിദ്ധപ്പെടുത്തണം, എന്റെ പിതാവ് ഇന്ന് രാവിലെ മരിച്ചു. He said, then why did you come here? അപ്പോൾ താൻ ചോദിക്കുകയാകുന്നു, പിന്നെ എന്തിനാവുന്നു നീ ഇവിടെ വന്നത്? He said, Dad passed at 6 o'clock. താൻ പറഞ്ഞു 6 മണിക്ക് പിതാവ് മരിച്ചു. I ordered for a freezer box and I kept his body there. ഞാൻ ഫ്രീസർ ബോക്സ് ഓർഡർ ചെയ്തു, തന്റെ ശരീരം അതിൽ സൂക്ഷിച്ചിരിക്കുന്നു. And I come running to church. ഞാൻ ഓടി സഭയിലേക്ക് വന്നു. Because that father died, but this father is still alive. കാരണം ആ പിതാവ് മരിച്ചു, എന്നാൽ ഈ സ്വർഗീയ പിതാവ് മരിച്ചിട്ടില്ല. How many of us can do like that? നിങ്ങൾ എത്ര പേർക്ക് അങ്ങനെ ചെയ്യുവാൻ സാധിക്കും? The moment you look at the Assembly of God, you say, oh, they are not like us. We are greater than them. ദൈവസഭയെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, നാം അവരെ പോലെയല്ല, നാം കുറച്ച് മെച്ചപ്പെട്ടവരാകുന്നു. Do you know how many people there out, they are so dedicated and surrendering to honor the presence of God? ദൈവത്തിന്റെ സന്നിധിയെ കുറിച്ച് വളരെ എത്രയധികം കാര്യമായി മാനിക്കുന്നവർ ഉള്ളവർ ഉണ്ടെന്നറിയാമോ? If you want help for your studies, നിങ്ങളുടെ പഠനത്തിന് സഹായം if you വേണമെങ്കിൽ, want help for your
for your work. നിങ്ങളുടെ ജോലി സ്ഥലത്ത് സഹായം ആവശ്യമുണ്ടെങ്കിൽ, You want help for your sickness. നിങ്ങളുടെ രോഗത്തിൽ നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ You have to come here because from here only the help proceeds. നിങ്ങൾ ഈ സഭയിലേക്ക് വരണം. കാരണം സഭയിൽ നിന്നാകുന്നു ഈ സഹായം പുറപ്പെടുന്നത്. Glory be to God. ദൈവത്തിന് മഹത്വം. I tell you, please write it down. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഇത് നിങ്ങൾ എഴുതുക. Whatever you do outside this church is temporary. നിങ്ങൾ ഈ സഭയ്ക്ക് പുറത്ത് ചെയ്യുന്നതെല്ലാം താൽക്കാലികമാകുന്നു. You drive your car. നിങ്ങൾ കാർ You ഓടിക്കുന്നു, go to work. ജോലിക്ക് പോകുന്നു, You get money. പണം Go for സമ്പാദിക്കുന്നു, shopping. സാധനങ്ങൾ വാങ്ങിക്കുന്നു, Buy things in Lulu. ലുലുവിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നു. All these are temporary. ഇതെല്ലാം താൽക്കാലികമാകുന്നു. Only those things which you are doing inside this church is eternal. ഈ സഭയിൽ നിങ്ങൾ ചെയ്യുന്നത് മാത്രമേ നിത്യമായതുള്ളൂ. Do you understand that? നിങ്ങളത് When മനസ്സിലാക്കുന്നു. you come for this church, ഈ സഭയിലേക്ക് നിങ്ങൾ വരുമ്പോൾ from Sharjah you travel down here. ഷാർജ മുതൽ ഇവിടെ വരെ യാത്ര Do you ചെയ്യുന്നു. think God will not keep account of that? നിങ്ങൾ അതിന് ദൈവം കണക്ക് സൂക്ഷിക്കില്ല എന്ന് കരുതുന്നുവോ? Don't think I'm speaking only for particular people. I'm not speaking for, I'm speaking for everybody. Okay. You are coming from Dubai. ചിലരെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാവരെ കുറിച്ചും. ദുബായിൽ നിന്നും. So, see, okay, fine. If you cannot come here, at least go there for meeting. I'm happy. നിങ്ങൾക്ക് ഇവിടെ വരുവാൻ സാധിക്കുന്നെങ്കിൽ കുറഞ്ഞ പക്ഷം അവിടെയെങ്കിലും പോവുക. Only for Bible study, not for Sunday meeting. ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കല്ല, ബൈബിൾ ക്ലാസ്സിന് മാത്രം. Glory be to God. ദൈവനാമം So, വാഴ്ത്തപ്പെടുമാറാകട്ടെ. whenever you do something for God, the efforts you take to reach this place, everything is eternal and God will reward you on that day. നിങ്ങൾ ഈ സഭയിലേക്ക് വരുവാൻ നിങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും അതിനെല്ലാം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. Glory be to God. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Now, in those days, ആ കാലങ്ങളിൽ there were a lot of synagogues in Israel. ഇസ്രായേലിൽ പല യഹൂദ പള്ളികൾ ഉണ്ടായിരുന്നു. And Jesus used to visit those synagogues. ആ പള്ളികളിൽ യേശു സന്ദർശിക്കാറുണ്ടായിരുന്നു. And at one time when Jesus was going to a particular synagogue, ഒരു പള്ളിയിലേക്ക് യേശു ഒരു പ്രാവശ്യം പോയി. we can read something happen in Luke chapter 13 verse 11 and verse 12. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ആ കാര്യം നമുക്ക് Luke വായിക്കാം. 13, 11 and 12. Let's read only in Malayalam because we don't have time. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 11-12 വാക്യങ്ങൾ മലയാളത്തിൽ മാത്രം. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കൽ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. Okay, so Jesus healed this woman. ഈ സ്ത്രീയെ യേശു സൗഖ്യമാക്കി. Now you have to understand, നിങ്ങൾ മനസ്സിലാക്കണം, she did not ask for help. അവൾ സഹായം ചോദിച്ചില്ല. Why did Jesus heal her? എന്തുകൊണ്ട് യേശു പിന്നെ അവളെ സൗഖ്യമാക്കി? Why? എന്തുകൊണ്ട്? Why? The previous verse says അതിന് മുൻപുള്ള വാക്യത്തിൽ she പറഞ്ഞിരിക്കുന്നു, was in the synagogue on the Sabbath. ശബ്ബത്തിൽ അവൾ പള്ളിയിലായിരുന്നു. Just imagine, അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 18 years, 18 സംവത്സരമായി this woman cannot able to lift up herself. ഈ സ്ത്രീക്ക് നിവർന്നു നിൽക്കുവാൻ സാധിക്കില്ലായിരുന്നു. She needs someone to help her to come to church. സഭയിലേക്ക് ഈ ആലയത്തിലേക്ക് വരുവാൻ ആരെങ്കിലും But സഹായിക്കണമായിരുന്നു. she never stopped coming. എന്നാൽ ഒരിക്കലും അവൾ നിർത്തിയില്ല. 18 years she did not get healing, but still she was coming with faith. 18 വർഷമായി തനിക്ക് ഒരു സഹായം ലഭിച്ചില്ല എങ്കിലും താൻ വന്നില്ല. താൻ സൗഖ്യം ലഭിച്ചില്ല എങ്കിലും താൻ Just വന്നു. imagine that Sunday. ആലോചിച്ച് നോക്കുക, ആ ഞായറാഴ്ച If she said, okay, every week I'm going, this week I'll take rest. എല്ലാ ആഴ്ചയും ഞാൻ പോകുന്നു, ഈ ആഴ്ച ഞാൻ വിശ്രമിക്കട്ടെ. There were more than 100 synagogues in the days of Jesus. യേശുവിന്റെ കാലത്ത് 100-ൽ പരം പള്ളികൾ ഉണ്ടായിരുന്നു. Jesus used to go to every synagogue. ഓരോ പള്ളിയിലും യേശു പോകുമായിരുന്നു. That particular synagogue, he came to this. That particular Sabbath, he came to this synagogue. ആ പ്രത്യേക ശബത്തിൽ ഈ പള്ളിയിലാകുന്നു യേശു വന്നത്. If the woman would have not come that day, she would have not got healed. ആ സ്ത്രീ അന്ന് വന്നില്ലായിരുന്നെങ്കിൽ അവൾക്ക് സൗഖ്യം ലഭിക്കില്ലായിരുന്നു. Do you know how many of you missed so precious things because you missed tarrying meetings? കാത്തിരിപ്പ് യോഗത്തിന് വരാതിരുന്നതുകൊണ്ട് നിങ്ങളിൽ എത്ര പേർക്ക് എന്തെല്ലാം കാര്യങ്ങൾ നഷ്ടമായി എന്ന് അറിയുന്നുവോ? Do you know how beautiful things you missed on the Bible studies? വേദപഠന ക്ലാസ്സിൽ എത്ര മനോഹരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി എന്ന് അറിയുന്നുവോ? Child of God, every time you come into the church, God is sending you His help. പ്രിയ ദൈവപൈതലേ, ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും നിങ്ങൾ സഭയിലേക്ക് വരുമ്പോൾ ദൈവം തന്റെ സഹായം അയക്കുന്നു. There are 3 types of help. I'll quickly tell that. Please note it down. 3 തരത്തിലുള്ള സഹായങ്ങളുണ്ട്. വേഗത്തിൽ One, the first thing is
a spiritual help. ഒന്നാമത്തേത് ആത്മീയമായ സഹായം. Glory be to God. ദൈവനാമം If you want to be holy, നിങ്ങൾക്ക് പരിശുദ്ധമാകണമെങ്കിൽ, if you want to do the will of God, ദൈവത്തിന്റെ ഹിതം ചെയ്യണമെങ്കിൽ, if you want to grow in faith, നിങ്ങൾക്ക് വിശ്വാസത്തിൽ you need വളരണമെങ്കിൽ help. നിങ്ങൾക്ക് സഹായം വേണം. That father of that sick son, ആ രോഗിയായ മകന്റെ പിതാവ് he cried, താൻ ഇപ്രകാരം നിലവിളിച്ചു, Lord, I believe, help me from mine unbelief. കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ വിശ്വാസത്തിന് സഹായിക്കണമേ. No, he cried to Jesus. യേശുവിനോട് താൻ നിലവിളിച്ചു. That's a spiritual cry. ഇതാകുന്നു ആത്മീയമായ നിലവിളി. So every one of us, we come to church, the first reason is for spiritual help. നാം സഭയിലേക്ക് വരുന്നതിന്റെ പ്രാഥമിക ഉദ്ദേശം എന്നത് ആത്മീയമായ I സഹായമാകുന്നു. tell you, we all are standing far from God, including me. നാം എല്ലാവരും ദൈവത്തിൽ നിന്നും ദൂരത്താകുന്നു Is there നിൽക്കുന്നത്. anyone who dare to raise your hand saying that I'm very close to God? Let me ഞാൻ see that. ദൈവത്തോട് വളരെ അടുത്തിരിക്കുന്നു എന്ന് പറയുവാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? Huh? No one can say that. ആർക്കും അത് പറയാൻ സാധിക്കില്ല. God is expecting us to get closer and closer, but we are farther and farther from Him. ദൈവം നാം ദൈവത്തോട് അടുത്ത് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, എന്നാൽ നാം കൂടുതൽ കൂടുതൽ ദൂരത്തേക്ക് പോകുന്നു. So the first help is spiritual. ആദ്യത്തെ സഹായം ആത്മീയമാകുന്നു. The second help you get is physical. രണ്ടാമത്തേത് Physical. മാനുഷികമായ സഹായം. People who are sick, people രോഗിയായിരിക്കുമ്പോൾ, who are weak. When you ബലഹീനരായിരിക്കുമ്പോൾ, come to the church, സഭയിലേക്ക് നിങ്ങൾ വരുമ്പോൾ God strengthens you. ദൈവം അവരെ ബലപ്പെടുത്തുന്നു, God heals you. അവരെ സൗഖ്യമാക്കുന്നു. That's what we saw what happened to this woman. അതാകുന്നു ഈ രോഗിയായ സ്ത്രീയെ കുറിച്ച് നാം കണ്ടത്. Okay, then there is a third help. മൂന്നാമത്തെ സഹായം, That help is material help അത് പണം or കൊണ്ട് earthly help. ഭൗമികമായ സഹായം. Glory be to God. ദൈവനാമം You need വാഴ്ത്തപ്പെടുമാറാകട്ടെ. something from God. You need a job. You need some other things. You come here and you ask to God. God will give that also. ഭൗമികമായ ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ജോലി വേണം, നിങ്ങൾക്ക് പണം ആവശ്യമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം അതും തരും. Glory be to God. ദൈവനാമം. But don't come only for earthly needs. എന്നാൽ ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വരരുത്. That is why all the heathen people, they go to their temples and their respective places. ഇതാകുന്നു ജാതികൾ ചെയ്യുന്നത്. അവർ അമ്പലത്തിൽ പോകുന്നതും അതാത് സ്ഥലങ്ങളിൽ പോകുന്നതും. They don't go and pray that, oh God, please let me come close to you, let my characters be like you. They don't pray for that. ദൈവമേ എന്നെ നിന്നോട് അടുപ്പിക്കണമേ, എന്റെ സ്വഭാവം നിന്നെ പോലെ ആക്കണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നില്ല. They go for healing. അവർക്ക് രോഗസൗഖ്യം They വേണം, go for earthly things. ഭൗമികമായ ആ കാര്യങ്ങൾ But വേണം. we don't do those things. എന്നാൽ നാം അങ്ങനെ We ചെയ്യുന്നില്ല. first go for spiritual help. ആദ്യം നാം ആത്മീയ കാര്യങ്ങൾക്കായി Now, പോകുന്നു. for a minute shall we all close our eyes. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. What spiritual help you want from Jesus? യേശുവിൽ നിന്നും നിങ്ങൾക്ക് ഏത് ആത്മീയ സഹായമാകുന്നു ആവശ്യം? What spiritual help you want from Jesus this day? ഈ ദിവസം യേശുവിൽ നിന്നും ഏത് ആത്മീയ ആവശ്യമാകുന്നു? Let us close our eyes. നമുക്ക് കണ്ണുകൾ Say, അടയ്ക്കാം. Lord, this is why I am here. കർത്താവേ, ഇതുകൊണ്ടാകുന്നു ഞാൻ I ഇവിടെ need this, ആയിരിക്കുന്നത്. O God. കർത്താവേ, എനിക്കിത് ആവശ്യമാകുന്നു, Please help me. എന്നെ സഹായിക്കണമേ. Shall we all pray? നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. Amen. ദൈവമേ സഹായിക്കണമേ ദേവാ യേശുവേ. Help us, O God. Help us, O God. ഉദവി ചെയ്യും ആണ്ടവരേ. Hallelujah. 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 Amen. In Jesus' name we ask thee, Father. Amen. Glory be to God. ദൈവത്തിന് മഹത്വം. So, whenever you come to the church, come with a need. നിങ്ങൾ സഭയിലേക്ക് വരുമ്പോഴൊക്കെയും ഒരു ആവശ്യം കൊണ്ടുവരിക. Don't simply come to church just like, okay, let me go to church and see everything, what is happening like that. No, don't come like that. സഭയിൽ പോയി എന്തെല്ലാം സംഭവിക്കുന്നു കാണാമെന്ന് പറഞ്ഞ് വെറുതെ അങ്ങനെ വരരുത്. Why did you come today? എന്തുകൊണ്ട് നിങ്ങൾ ഇന്ന് വന്നു? What do you want from God? ദൈവത്തിൽ നിന്ന് എന്താകുന്നു ആവശ്യം? If you come with the need, that is when you will get your desires satisfied. നിങ്ങൾ ഒരു ആവശ്യമായി ദൈവത്തിന്റെ സഭയിലേക്ക് വരുന്നതെങ്കിൽ അതാകുന്നു നിങ്ങൾക്ക് നിറവേറ്റപ്പെടുക. Right. Now, the second thing. രണ്ടാമത്തെ So, കാര്യം. what is the first thing? ആദ്യത്തെ കാര്യം എന്താകുന്നു? Linus, what do you get when you come to church? സഭയിലേക്ക് വരുമ്പോൾ ആദ്യമായി കിട്ടുന്നത് എന്താകുന്നു? Blessings from God. See? Did I say blessings? Did I say blessings? What do you get? Help. Right. Sahayam. Very good. Now, the second thing. രണ്ടാമത്തെ കാര്യം. So, what do we get when you come to church? സഭയിലേക്ക് വരുമ്പോൾ കിട്ടുന്നത് എന്താകുന്നു? Turn with me to Psalms 73. 73 സങ്കീർത്തനത്തിലേക്ക് തിരിയാം. The second secret in the sanctuary. തിരുനിവാസത്തിലുള്ള രണ്ടാമത്തെ രഹസ്യം. Read verse 16 and 17. 16 17 വാക്യങ്ങൾ വായിക്കാം. പ്രയാസമായി തോന്നി.
ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. Okay, now what is that? What do you get? എന്താകുന്നു നിങ്ങൾക്ക് ലഭിക്കുന്നത്? When you come into the sanctuary, നിങ്ങൾ തിരുനിവാസത്തിൽ ചെല്ലുമ്പോൾ you will get understanding. നിങ്ങൾ അറിവ് ലഭിക്കുന്നു. You will get understanding. നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നു. Glory be to God. ദൈവനാമം You വാഴ്ത്തപ്പെടുമാറാകട്ടെ. see, there was one particular believer. ഒരു പ്രത്യേക വിശ്വാസി He ഉണ്ടായിരുന്നു. bought one new car, Scorpio. ഒരു പുതിയ കാർ താൻ വാങ്ങിച്ചു, സ്കോർപിയോ. And he brought it to pray to the center pastor. സെൻട്രൽ പാസ്റ്ററുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. And he prayed. താൻ പ്രാർത്ഥിച്ചു. And we all saw that and we were saying, congratulations, brother. We said, congratulations, brother. ഞങ്ങൾ ഇങ്ങനെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. So after praying, he went to his work. അതിനുശേഷം താൻ ജോലിക്ക് പോയി. While he was going, താൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ there was a very big accident. വലിയൊരു അപകടം സംഭവിച്ചു. Car was crushed. ആ കാർ തകർന്നുപോയി. But this man escaped. ഈ വ്യക്തി രക്ഷപ്പെട്ടു. So he came to the church. താൻ സഭയിലേക്ക് വന്നു. I heard we all heard the news. ഞങ്ങളെല്ലാം ഈ കാര്യം കേട്ടിരുന്നു. So I asked him, ഞാൻ തന്നോട് ചോദിച്ചു, brother, are you angry at God because സഹോദര, God done this thing to you? ദൈവം ഇങ്ങനെ ചെയ്തതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് കോപിച്ചിരിക്കുന്നുവോ Or സഹോദര? brother, do you have question because how can car get accident after I get prayed from the pastor? പാസ്റ്ററുടെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം എങ്ങനെ കാറിന് അപകടം പറ്റിയെന്ന് നിങ്ങൾ ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നുവോ? The answer the brother gave, it's still ringing in my ears. ആ സഹോദരൻ പറഞ്ഞ വാക്കുകൾ എന്റെ ചെവിയിൽ ഇന്നും മുഴങ്ങി കേൾക്കുന്നു. You know what he said? നിങ്ങൾക്കറിയാമോ എന്താ പറയുന്നതെന്ന്? Brother, I am not upset or anything. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. I am only trying to understand that God is trying to tell something through this. I'm not able to understand that. എന്തോ ഒരു കാര്യം ദൈവം എന്നോട് പറയുവാൻ ശ്രമിക്കുന്നു, അത് എനിക്ക് മനസ്സിലാകുന്നില്ല. Did you see that? നിങ്ങൾ അത് കാണുന്നുവോ? How many of you will tell like that? നിങ്ങൾ എത്ര പേർ അത് പറയും? Do you know why you are going through sickness? എന്തുകൊണ്ട് നിങ്ങൾ രോഗിയായിരിക്കുന്നു? Do you know why you are going through this problem? ഈ പ്രശ്നത്തിലൂടെ എന്തുകൊണ്ട് നിങ്ങൾ Behind everything there is something which God is trying to speak to you. ഓരോ കാര്യത്തിനും പുറകെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. Listen, dear child of God. Behind every physical need there is something which is spiritual or something which is God is trying to speak to you. പ്രിയ ദൈവപൈതലേ, ഓരോ ശാരീരികമായ ഭൗമികമായ ആവശ്യങ്ങൾക്കും പുറകിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. Glory be to God. ദൈവത്തിന് മഹത്വം. So if you want to know why you go through what you go through, you have to come to this place. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയിൽ കൂടെ എന്തുകൊണ്ട് നിങ്ങൾ പോകുന്നു എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ സഭയിലേക്ക് വരണം. Hallelujah. Did you understand what I'm saying? Right? നിങ്ങൾ ഞാൻ പറയുന്നത് You go to മനസ്സിലാക്കുന്നു. your house and read Psalm 73, you will understand. നിങ്ങൾ 73-ാം സങ്കീർത്തനം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. Asaph is saying, ആസാഫ് പറയുന്നു, all the ungodly people are prospering. ഒരു ദൈവത്തെ അറിയാത്തവരെല്ലാം സമൃദ്ധി പ്രാപിക്കുന്നു. But I am who is coming to church, I am who is very trying to be godly, but I am not prospering. എന്നാൽ ഞാൻ സഭയിലേക്ക് വരുന്നു, ദൈവികമാകുവാൻ മകനായി ജീവിക്കാൻ ശ്രമിക്കുന്നു, എനിക്ക് ഒരു It was അഭിവൃദ്ധിയുമില്ല. very painful for him. അത് വളരെ He വേദനാജനകമാകുന്നു. said, when I thought to know this, it was too painful for me. താൻ പറയുകയാകുന്നു, ഇതെനിക്ക് ഞാൻ ഗ്രഹിക്കുവാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി, വേദനാജനകമായി തോന്നി. But in verse 16 he says, until I go into the sanctuary, I was troubled. But the day when I went inside, I understood. മലയാളത്തിൽ 17-ാം വാക്യത്തിൽ പറയുന്നു, ഒടുവിൽ ഞാൻ ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്നപ്പോൾ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി. Now if you go to Genesis chapter 25, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ you can see about a woman named Rebecca. റിബേക്ക എന്ന സ്ത്രീയെ കുറിച്ച് നാം വായിക്കുന്നു. In the womb of Rebecca, റിബേക്കയുടെ ഉദരത്തിൽ two of the sons were fighting. രണ്ട് ആൺകുട്ടികൾ തമ്മിൽ So Rebecca was going through some problem. റിബേക്ക ഒരു പ്രശ്നത്തിലൂടെ She's കടന്നുപോയിരുന്നു. going through pain. താൻ വേദനയിലൂടെ See കടന്നുപോകുന്നു. what Rebecca did? എന്താകുന്നു റിബേക്ക She did ചെയ്തത്? not run to hospital. അവൾ ആശുപത്രിയിലേക്ക് അല്ല She did not പോയത്. run to a doctor. ഒരു ഡോക്ടറുടെ അടുത്തല്ല പോയത്. What she did? എന്താകും താൻ In ചെയ്തത്? Genesis 25 verse 22. ഉൽപ്പത്തി പുസ്തകം 25-ന്റെ 22-ാം വാക്യത്തിൽ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിക്കുവാൻ പോയി. Glory be to God. ദൈവനാമം വാഴ്ത്തപ്പെടും. What did she say? എന്താകും താൻ പറയുന്നത്? In NIV, the same verse is like this.
ന്യൂ NIV വേർഷനിൽ ഇതേ കാര്യം ഇങ്ങനെയാകുന്നു പറയുന്നത്. Why is this happening to me? To enquire that, she went to the Lord. എന്തുകൊണ്ട് ഇങ്ങനെ എനിക്ക് സംഭവിക്കുന്നുവെന്ന് ആരായുവാൻ അവൾ യഹോവയുടെ അടുത്ത് പോയി. Why is this sickness come to you? എന്തുകൊണ്ട് ഈ രോഗം നിങ്ങൾക്ക് വന്നു? Why you have lost your job? എന്തുകൊണ്ട് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു? Why you are not getting any promotions? എന്തുകൊണ്ട് നിങ്ങൾക്ക് ജോലിക്കയറ്റം ലഭിക്കുന്നില്ല? Why this path of sufferings for you? എന്തുകൊണ്ട് ഈ കഷ്ടത്തിന്റെ പാത If you നിങ്ങൾക്ക്? want to know that, if you want to understand, come into this temple. നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ ഈ ആലയത്തിലേക്ക് നിങ്ങൾ വരേണം. Come into the house of God. ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരേണം. Oh, that God may help us all to understand why we go through what we go through. Let us praise God. നാം ഈ കടന്നു പോകുന്നത് എന്തുകൊണ്ടാകുന്നുവെന്ന് മനസ്സിലാക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. So what is the first thing, girls? എന്താകുന്നു ഈ വാക്യം പറയുന്നത്? പെൺകുട്ടികൾ Jerick? Huh? What do you get? Help. Okay, what is the second thing? എന്താകുന്നു രണ്ടാമത്തെ കാര്യം? Huh? Understanding. Right, very good. അറിവ്. Right, very good, very good. Okay, understanding. See, children all are started to write notes. I'm very happy. Right. കുട്ടികളെല്ലാം നോട്ട് എഴുതുവാൻ തുടങ്ങിയിരിക്കുന്നു. So, the third thing. മൂന്നാമത്തെ കാര്യം, What is the secret in the sanctuary? തിരുനിവാസത്തിലെ മൂന്നാമത്തെ രഹസ്യം എന്താകുന്നു? If you turn with me to Psalms chapter 77, 77-ാം സങ്കീർത്തനത്തിലേക്ക് നാം തിരിയുമ്പോൾ let's read verse 13. 13-ാം വാക്യം നാം വായിക്കാം. ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? Ninde vali? It's not exactly there. In English, thy way, O God, is in thy sanctuary. ഇംഗ്ലീഷിൽ പ്രകാരമാകുന്നു പറയുന്നത്, ദൈവമേ നിന്റെ വഴി വിശുദ്ധ മന്ദിരത്തിലാകുന്നു. Your way is in sanctuary. നിന്റെ വഴി വിശുദ്ധ മന്ദിരത്തിലാകുന്നു. When we say the way of God, it speaks about the will of God. ദൈവത്തിന്റെ വഴി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഹിതമാകുന്നു കാണിക്കുന്നത്. In other words, it speaks about the plan of God concerning you and your family. അല്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉദ്ദേശിച്ച് ദൈവത്തിന്റെ പദ്ധതിയാകുന്നു അത് കാണിക്കുന്നത്. Please, everyone, write this down. This is very, very important. എല്ലാവരും നിങ്ങൾ എഴുതിയെടുക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ടതാകുന്നു. If you read in verse 19, 19-ാം വാക്യം നാം വായിക്കുമ്പോൾ, yes, തിരുവെള്ളത്തിലുമായിരുന്നു, നിന്റെ കാൽ ചുവടുകളെ അറിയാതെയുമിരുന്നു. did you see that? Nobody can find the ways of God without coming into the sanctuary. നിങ്ങളത് മനസ്സിലാക്കുന്നുവോ? വിശുദ്ധ മന്ദിരത്തിലേക്ക് വരാതെ ആർക്കും ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. Glory be to God. ദൈവനാമത്തിന് മഹത്വം. There was a believer in Madurai. മധുരയിൽ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. He's a very rich man. താൻ ധനികനായിരുന്നു. And he was doing so many small businesses. ചെറിയ ചെറിയ പല വ്യാപാരങ്ങൾ താൻ ചെയ്തുകൊണ്ടിരുന്നു. He's a very, very faithful man. താൻ വളരെ വിശ്വസ്തനായിരുന്നു. He used to come to church. താൻ സഭയിലേക്ക് വരുമായിരുന്നു. One particular day, ഒരു പ്രത്യേക ദിവസം all his friends came to his house. എല്ലാ സുഹൃത്തുക്കളും തന്റെ ഭവനത്തിൽ വന്നു. So they said that we all are planning to start a business. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വ്യാപാരം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. Everyone are going to put this much capital. ഓരോരുത്തരും തങ്ങളുടെ മൂലധനം അവിടെ കൊടുത്തു. So if it is we are planning. ഞങ്ങൾ ഇങ്ങനെ മൂലധനം എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. So once everything is done, we can get profits this much. ഒരിക്കൽ എല്ലാം ശരിയായി കഴിഞ്ഞാൽ ഇത്രയധികം നമുക്ക് ലാഭം കിട്ടും. They were saying that it's a big scale business. വളരെ വലിയ ഒരു വ്യാപാരത്തെ കുറിച്ചാകുന്നു അവർ പറഞ്ഞത്. This man of God, he said, okay, I will pray about it and I'll tell you. ഈ ദൈവപുരുഷൻ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളോട് പറയാം. So he prayed, God, please show me the way. Should I do this business? താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാനിത് ചെയ്യണമോ വേണ്ടയോ? And he went to the church that day. ആ ദിവസം താൻ സഭയിലേക്ക് പോയി. That day Pastor Joel was preaching. പാസ്റ്റർ ജോയൽ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. He was saying, താൻ പറഞ്ഞു, seek first the kingdom of God. മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. That is important. അതാകുന്നു പ്രധാനപ്പെട്ടത്. And he said, താൻ പറഞ്ഞു, godliness with contentment is great gain. അലംഭാവത്തോടു കൂടിയുള്ള ദൈവഭക്തി വലിയ ആദായമാകുന്നു. So he understood God is saying no for his desire. ആ ആഗ്രഹത്തിന് ദൈവം ഇല്ല, വേണ്ട എന്നാകുന്നു പറയുന്നത്. So he went back and called all his friends and said, I am out of this. താൻ വീട്ടിൽ ചെന്ന് സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ വ്യാപാരത്തിനില്ല. Just 3 months. 3 മാസം. All his friends committed suicide because that business became a mega flop. ആ വ്യാപാരം വലിയൊരു പരാജയമായതുകൊണ്ട് ആ സുഹൃത്തുക്കളെല്ലാം ആത്മഹത്യ ചെയ്തു. Just imagine that.
അത് നിങ്ങൾ He നോക്കുക. was able to find the way of God in the sanctuary. വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തിന്റെ വഴി താൻ കണ്ടെത്തി. Dear child of God, if you want to know whether I can make this decision or not, should I go back to India or not? Can I put my children in this college or that school? Come to this place. You will find the way of God. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കൊരു തീരുമാനം നിങ്ങൾക്ക് അറിയില്ല എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകണമോ, എന്റെ മക്കളെ ഈ കോളേജിൽ ചേർക്കണമോ എന്നിങ്ങനെയുള്ള തീരുമാനം എടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ Don't come and ask the brother. വന്ന് ബ്രദറോട് ചോദിക്കരുത്. Brother, please pray and say. Some people tell like that. ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറയണം, അങ്ങനെ ചിലർ പറയാറുണ്ട്. We are truth sayers, not soothsayers. ഞങ്ങൾ സത്യം പറയുന്നവരാണ്, ഭാവി പറയുന്നവരല്ല. We are truth sayers. ഞങ്ങൾ സത്യം പറയുന്നവരാണ്. We are ministers and not magicians. ഞങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷക്കാരാകുന്നു, മന്ത്രവാദികളല്ല. So don't come and tell us, brother, you pray and tell. And I will pray and God will give me one verse and I'll give to you. സഹോദര, എന്നോട് പ്രാർത്ഥിച്ച് പറയണമേ, ഞാൻ നോക്കി ഒരു വാക്യം പറയും. Please. ദയവ് ഇത് അങ്ങനെ ചെയ്യരുത്. That's not the way. ഇതല്ല അതിന്റെ വഴി. You should come to the sanctuary. നിങ്ങൾ തിരുനിവാസത്തിലേക്ക് വരണം. Come with that question. Bring it and put it in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ആ ചോദ്യം നിങ്ങൾ വെക്കുക. Don't simply come for a Sunday meeting. ഒരു ആരാധനയ്ക്ക് ഞായറാഴ്ച മാത്രമായി കടന്നു കടന്നു വരരുത്. How important is this meeting? എത്ര പ്രധാനപ്പെട്ടതാകുന്നു ഈ കൂടിവരവെന്ന് അറിയാമോ? This is something huge. ഇത് വളരെ പ്രധാനപ്പെട്ടതാകുന്നു. Every meeting before you come, you should come with a prayer. God, today I'm going to go into your sanctuary. Please show me your way. What should I do? Where should I go in this week? What should I not do? Please, Lord, show me. ഓരോ കുടിവരവിനും വരുന്നതിന് മുൻപാകെ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, ഞാൻ തിരുനിവാസത്തിലേക്ക് പോകുന്നു, ഞാൻ എന്ത് ചെയ്യണം, ഈ ആഴ്ചയിൽ എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നെല്ലാം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. His way is in the sea. അവന്റെ വഴി സമുദ്രത്തിലും. His path is in the great waters. Nobody can find that. അവന്റെ വഴി പെരുവെള്ളത്തിലുമായിരുന്നു, ആർക്കും അത് അറിയാതെയിരുന്നു. But look at what the next verse says. എന്നാൽ അടുത്ത വാക്യം എന്താ? Read verse 20. 20-ാം വാക്യം വായിക്കാം. മോശയുടെയും അഹരോന്റെയും കൈയാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. Did you see that? നിങ്ങൾ അത് കണ്ടോ? You come to the sanctuary. നിങ്ങൾ വിശുദ്ധ മന്ദിരത്തിലേക്ക് And വരുന്നു. through Moses and Aaron, മോശയുടെയും അഹരോനെയും God will give you the counseling. ദൈവം ആലോചന നൽകും. And through that you will be led. അങ്ങനെ നിങ്ങൾ നടത്തപ്പെടും. And you will be led into the will of God. ദൈവത്തിന്റെ വഴിയിലൂടെ നിങ്ങൾ നടത്തപ്പെടും. Hallelujah. So if you are going to sit in your house or if you are going to watch a message in a YouTube, you are not going to get that. നിങ്ങൾ ഭവനത്തിലിരുന്ന് യൂട്യൂബിൽ ഒരു ദൂത് ശ്രവിച്ചാൽ ഇത് നിങ്ങൾക്ക് ലഭിക്കില്ല. There is a huge difference between coming to the church and sitting and listening to a message and sitting in the house and having a snack and a cup of coffee, with that putting your jacked in and listening to a message. വലിയൊരു വ്യത്യാസമുണ്ട് നിങ്ങൾ സഭയിലേക്ക് വന്ന് ദൂത് ശ്രവിക്കുന്നതും നിങ്ങൾ ഭവനത്തിലിരുന്ന് Yes or no? കാപ്പി കുടിച്ചുകൊണ്ട് യൂട്യൂബിൽ ദൂത് ശ്രവിക്കുന്നതും. Is that both the same? ഇത് Lockdown time, how much we all suffered? Lockdown time. എത്ര സമയം നാം ഇങ്ങനെ സഹിച്ചിരിക്കുന്നു. The churches were closed. ഇത്ര സഭകൾ People were പൂട്ടിയിരുന്നു. in their house. നമുക്ക് They were ഭവനത്തിൽ listening to message, but how many of them were sincere? നാം ദൂതുകൾ ശ്രവിച്ചു, എന്നാൽ എത്രത്തോളം ആത്മാർത്ഥത അതിലുണ്ടായിരുന്നു. Coming, sitting here itself, some of us are not sincere. ഇവിടെ വന്ന് ഇരിക്കുന്നതിൽ തന്നെ ചിലർക്ക് ആത്മാർത്ഥതയില്ല. Physically present, mentally absent. ഇവിടെ ശാരീരികമായി ഉണ്ടെങ്കിലും മാനസികമായി ഇവർ ഇവിടെയില്ല. And some people are looking at the mobile, some people are getting up and going out and coming. ചിലർ മൊബൈലിൽ നോക്കുന്നു, ചിലർ പുറത്തേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. Please. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. This is the embassy of heaven. ഇത് സ്വർഗത്തിന്റെ എംബസി ആകുന്നു. Only heavenly rules are applicable here. ഇവിടെ സ്വർഗത്തിന്റെ നിയമങ്ങൾ മാത്രമാകുന്നു. No earthly rules can come inside. ഇവിടെ ഭൗമികമായ നിയമങ്ങൾ ഇവിടെ വരാൻ പാടില്ല. If you want to understand the way to heaven, you should come into this place. സ്വർഗത്തിലേക്കുള്ള വഴി അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തേക്ക് നിങ്ങൾ വരേണം. Oh, thy way, O God, is in thy sanctuary. നിന്റെ വഴികൾ വിശുദ്ധ മന്ദിരത്തിലായിരുന്നു. Oh, the Lord may help us to understand his ways. Let us praise God. ദൈവത്തിന്റെ വഴികൾ അറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. What do you mean by the ways of God? ദൈവത്തിന്റെ വഴി എന്നതുകൊണ്ട് എന്താകുന്നു അർത്ഥം? What is the will of God? എന്താകുന്നു ദൈവത്തിന്റെ ഹിതം? The plan concerning you. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. Right, very good. We should, you should ask question and you should get the answer from that, right? നിങ്ങൾ ചോദ്യം ചോദിച്ച് അതിൽ നിന്ന് Right. Quickly, what is the first thing? വേഗത്തിൽ ആദ്യം Linus? ഉണ്ടാകുന്ന കാര്യം Help. Very good. Okay. സഹായം. What is the second thing? രണ്ടാമത്തേത് What is that? Abigail? Understanding. Okay, fine. Understanding. അറിവ്. Okay. What is the third thing? Understanding is not arivu. Understanding is different. തിരിച്ചറിവ്. Okay.
Third one? മൂന്നാമത്തേത് The ways of God. You understand ദൈവത്തിന്റെ the വഴികൾ. plans. Yes. What is the fourth thing in the house of God? ദൈവത്തിന്റെ ആലയത്തിലുള്ള നാലാമത്തെ കാര്യം The എന്താകുന്നു? fourth secret in the sanctuary. തിരുനിവാസത്തിലുള്ള നാലാമത്തെ രഹസ്യം Something very interesting. വളരെ പ്രധാനപ്പെട്ടത് രസകരമായത് Okay. Psalms chapter 96. 96 സങ്കീർത്തനം Let us read verse 6. 6 വാക്യം വായിക്കാം. Psalms 96 verse 6. 96 സങ്കീർത്തനം 6 വാക്യം. ബഹുമാനവും തേജസ്സും അവന്റെ മുൻപിലും ബലവും ശോഭയും അവന്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. Okay, what are there? എന്താകുന്നു അവ? What are there? In എന്താകുന്നു the അവ? sanctuary? ആ വിശുദ്ധ മന്ദിരത്തിലുള്ളത് Honor and majesty. It's not honor and majesty. Strength and beauty. ബലവും ശോഭയും. So put point number 4A is strength. Point number 4B is beauty. I will come to beauty later on. നാലാമത്തെ പോയിന്റ് എ എന്നത് ബലവും ബി എന്നത് ശോഭയും വെക്കുക. Okay. Now what is strength? എന്താകുന്നു ബലം? Now boys all ആൺകുട്ടികൾ, want to have a six pack. അവർക്ക് 6 പാക്ക് വേണം, They want to have good biceps നല്ല ബൈസെപ്സ് എല്ലാം വേണം. and they go to gym for that. അതിനുവേണ്ടി ജിമ്മിൽ പോകുന്നു. So don't go to gym. Come to church. You will have that. നിങ്ങൾ ജിമ്മിലല്ല പോകേണ്ട, സഭയിലേക്കാകുന്നു വരേണ്ടത് അത് ലഭിക്കാൻ. Is it like that? അത് ശരിയാണോ? Huh? The strength here speaks about the inner strength. ഈ ബലം ഇവിടെ പറയുന്നത് ആന്തരിക ബലത്തെ കുറിക്കുന്നു. Glory be to God. ദൈവനാമം You see, a വാഴ്ത്തപ്പെടുമാറാകട്ടെ. person who don't come to church often will be a spiritually weak person. സ്ഥിരമായി സഭയിലേക്ക് വരാത്ത ഒരു വ്യക്തി ആത്മീയമായും ബലഹീനനായിരിക്കും. If you are a person who is coming only for a Sunday meeting, ഞായറാഴ്ചയ്ക്ക് മാത്രം നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ you will be weak. നിങ്ങൾ ബലഹീനനായിരിക്കും. Okay, I'm not saying, okay, some people are working till night and you are coming. I understand that. I'm not saying anything. At least you are coming for a Sunday. I'm happy about it. ചിലർ രാത്രി വരെയും ജോലി ചെയ്യുന്നു, അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കുറഞ്ഞപക്ഷം നിങ്ങൾ ഞായറാഴ്ചയെങ്കിലും വരുന്നുണ്ടല്ലോ. People who are sitting in house during meeting time, let it get convicted to you. സഭ പ്രാർത്ഥനയുടെ സമയത്ത് വീട്ടിലിരിക്കുന്നവർ അവർക്ക് കുറ്റബോധം ഉണ്ടാകട്ടെ. Let this word prick you. ഈ വചനം നിങ്ങളെ കുത്തട്ടെ. Glory be to God. ദൈവനാമം The വാഴ്ത്തപ്പെടുമാറാകട്ടെ. more you come to church, നിങ്ങൾ കൂടുതൽ സഭയിലേക്ക് വരുമ്പോൾ the more you become stronger in your inward life. നിങ്ങളുടെ ആന്തരിക ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ So when ബലവാനായി a തീരുന്നു. trial comes, temptation comes, lust come and fighting with you, you can able to fight back. You can able to withstand. പ്രശ്നം വരുമ്പോൾ, പരിശോധന വരുമ്പോൾ, പ്രലോഭനം വരുമ്പോൾ, മോഹം വരുമ്പോൾ അതിനോട് നേരിട്ട് ജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. What we read in Isaiah 40:31. എന്താകുന്നു യെശയ്യാപ്രവചനം They that wait on the Lord, 31 വാക്യത്തിൽ പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ they will receive the strength. അവർ ശക്തിയെ പുതുക്കും, They will fly like eagles. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു Glory be കയറും. to God. ദൈവത്തിന് മഹത്വം. Now, let me tell you about one particular man. ഒരു പ്രത്യേക വ്യക്തിയെ കുറിച്ച് പറയട്ടെ. Now, just imagine think about Job for a time. യോബിനെ കുറിച്ച് നാം ആലോചിക്കുക. God willing, one day I'll speak about him. It's a beautiful book. It's a beautiful thing. വളരെ മനോഹരമായ ഒരു പുസ്തകമാകുന്നു Right. യോബിന്റെ പുസ്തകം. ഒരു ദിവസം ഞാൻ Now, പറയാം. Job lost all his children. യോബിന് തന്റെ കുഞ്ഞുങ്ങളെ എല്ലാം നഷ്ടപ്പെട്ടു. How many children Job had? യോബിന് എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു? 10. How 10 കുഞ്ഞുങ്ങൾ. many boys? How many girls? എത്ര? 7 sons and 3 daughters. 7 പുത്രന്മാർ 3 പുത്രിമാർ. Just imagine, നിങ്ങൾ ആലോചിക്കുക, in one day, ഒരു ദിവസം 10 dead bodies are kept in his house. 10 ശവശരീരങ്ങൾ അവരുടെ ഭവനത്തിലായിരുന്നു. Can you imagine the pain of Job? യോബിന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാകുമോ? He would have had great future for them. He would have had future plans for them. വളരെ ഭാവിയെക്കുറിച്ച് വലിയ പദ്ധതികൾ If തനിക്കുണ്ടായിരുന്നിരിക്കാം. one child dies, itself is very difficult. All the children, 10 children are dead. ഒരു കുഞ്ഞു മരിച്ചാൽ എത്ര ദുഃഖമായിരിക്കും. അപ്പോൾ 10 കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? Job won that trial. ആ പരീക്ഷ യോബ് ജയിച്ചു. He went on his knees and he said, God gave and God took. Blessed be his name. താൻ മുട്ടിൽമേൽ എന്ന് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം Now, വാഴ്ത്തപ്പെടുമാറാകട്ടെ. my question is, from where did Job got the strength? എവിടെ നിന്നാകുന്നു യോബിന് ഈ ബലം ലഭിച്ചതെന്നാകുന്നു എന്റെ ചോദ്യം. If you tell correctly, I'll give a prize. നിങ്ങളത് പറയുന്നുവെങ്കിൽ ഞാൻ സമ്മാനം തരാം. How? എങ്ങനെയാകുന്നു അവന് ലഭിച്ചത്? Morning praising. Very good. വളരെ ശരിയായ Where is ഉത്തരം. the verse? എവിടെയാകുന്ന വാക്യം? Job 1 verse 5. യോബ് 1 അധ്യായം Every 5 day morning, ഓരോ ദിവസവും രാവിലെ he got up
താൻ എഴുന്നേറ്റു. Not only that, അത് മാത്രമല്ല, it's the half answer. അത് പകുതി ഉത്തരമേ ആയുള്ളൂ. After that, അതിനുശേഷം he sacrificed. താൻ യാഗം കഴിച്ചു. He is a man of worship. താൻ ആരാധനയുടെ He is പുരുഷനായിരുന്നു. a man who prays to God ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്ന every ദൈവമായി day. ഓരോ ദിവസവും. What psalmist says? എന്താകും I സങ്കീർത്തനക്കാരൻ have പറയുന്നത്? kept the Lord always before me. ഞാൻ യഹോവയെ എല്ലാ കാലത്തിന്റെ മുൻപാകെ വെച്ചിരിക്കുന്നു. Because he is at my right hand, I shall not be moved. അവൻ എന്റെ വലഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. But what we say? എന്നാൽ നാം എന്താകുന്നു പറയുന്നത്? I keep my Lord only when I have trouble. എനിക്ക് പ്രശ്നമുള്ളപ്പോൾ മാത്രമേ ഞാൻ ദൈവത്തെ മുൻപിൽ വെക്കും. That is why a small problem comes, we are shaken. അതുകൊണ്ടാകുന്നു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നാം ആടി ഉലയുന്നത്. We don't keep God always. നമുക്ക് എല്ലായ്പ്പോഴും വെക്കുവാൻ സാധിക്കുന്നില്ല. We don't come for all the meetings in a week. ഒരു ആഴ്ചയിലുള്ള എല്ലാ കൂടിവരവുകൾക്കും വരുവാൻ സാധിക്കുന്നില്ല. Only people who seek the Lord like that, അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്നവർ മാത്രം, their inner strength will be more. അവരുടെ ആന്തരിക ബലം കൂടുതലായിരിക്കും. Glory be to God. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let us all clap hands for Joshua. We'll give a prize for him. യേശുവിന് വേണ്ടി നമുക്ക് കൈയടിക്കാം. Clap. Right, fine. Seated. Right. Then the next one. അടുത്ത കാര്യം, I have a lot of praises. If you tell, I'll give you. കൂടുതൽ സമ്മാനങ്ങൾ കുറെയുണ്ട്. The second thing. രണ്ടാമത്തെ കാര്യം, First, boys. ആദ്യത്തെ ആൺകുട്ടികൾ, They like strength. അവർക്ക് ബലം വേണം. Now girls. ഇപ്പോൾ What they like? എന്താകുന്നു അവർക്ക് ആവശ്യം? Beauty. സൗന്ദര്യം. How many of you want to be beautiful? നിങ്ങൾക്ക് എത്ര പേർ സുന്ദരികളാകാൻ ആഗ്രഹിക്കുന്നു? Oh, she's lifting. She's turning. Oh, nobody's asking. She's right. We should be beautiful. We should desire to be beautiful. നാം സൗന്ദര്യമുള്ളവരാകുവാൻ ആഗ്രഹിക്കണം. Yes or no? ശരിയല്ലേ? Why? എന്തുകൊണ്ട്? So that everyone will look at us. എല്ലാവരും നമ്മളെ നോക്കുവാൻ? No. അതിനല്ല. So that the king will be pleased in our beauty. രാജാവ് നമ്മുടെ സൗന്ദര്യത്തിൽ സന്തോഷിക്കേണ്ടതിന്. There was one little girl in one faith home. ഒരു വിശ്വാസഭവനത്തിൽ ഒരു കുഞ്ഞു She was crying, saying, "No, I will not come to church. I will not come to. I don't understand anything. I'm not coming." ഞാൻ സഭയ്ക്ക് വരുന്നില്ല, എനിക്ക് ഒരു കാര്യവും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നു. So the mummy said, തന്റെ അമ്മ പറഞ്ഞു, "If you come to church, you will become beautiful. നീ സഭയിലേക്ക് വന്നാൽ നിനക്ക് നല്ല ഭംഗിയുണ്ടാകും. You'll become beautiful." നല്ലൊരു ഭംഗിയുണ്ടാകും. So the moment the mummy said that, she was so happy. She started coming to church. അത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. അവൾ വേഗം സഭയിലേക്ക് The വന്നു. mummy came and told me, "Brother, I said a lie like this." സഹോദരൻ, ഞാൻ ഇങ്ങനെ ഒരു നുണ പറഞ്ഞു എന്ന് താൻ പറഞ്ഞു. I said, "It's not lie. It is true." ഞാൻ പറഞ്ഞു, അത് തെറ്റല്ല, അല്ല I showed നുണയല്ല. her this verse. ആ വാക്യമുണ്ട്. Now, what is this beauty? എന്താകുന്നു ഈ സൗന്ദര്യം? It is not the outward beauty, ഇത് പുറമേയുള്ള സൗന്ദര്യമല്ല, but the inward beauty. ആന്തരിക സൗന്ദര്യം. It speaks about your character അത് transformation. നിങ്ങളുടെ സ്വഭാവ രൂപാന്തരത്തെ കാണിക്കുന്നു. Hallelujah. Only when you come to this church, ഈ സഭയിലേക്ക് നിങ്ങൾ വരുമ്പോൾ only when you come into the house of God, ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുമ്പോൾ മാത്രം your characters can be transformed. നിങ്ങളുടെ സ്വഭാവം രൂപാന്തരപ്പെടും. Glory be to God. ദൈവനാമം There was വാഴ്ത്തപ്പെടുമാറാകട്ടെ. a time when Pastor Joel had a doubt. പാസ്റ്റർ ജോയലിന് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. He called Pastor Selvam. പാസ്റ്റർ സെൽവത്തെ താൻ വിളിച്ചു. He said, "Pastor, I don't understand." പാസ്റ്റർ, എനിക്കിത് മനസ്സിലാകുന്നില്ല. Pastor Selvam asked, "What do you want to know?" പാസ്റ്റർ സെൽവൻ ചോദിച്ചു, എന്താകുന്നു എനിക്ക് അറിയേണ്ടത്? And Pastor Joel said, "I was reading through the book of Numbers." പാസ്റ്റർ ജോയൽ പറഞ്ഞു, ഞാൻ സംഖ്യാപുസ്തകം വായിക്കുകയായിരുന്നു. When I was going through it, I came across a verse in Numbers chapter 12 verse 3. ഞാൻ സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് ഞാൻ വന്നു. It speaks about Moses was the meekest man among all the earth. അതിൽ പറയുന്നത് മോശ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. But when I was studying in Exodus chapter 2, എന്നാൽ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ഞാൻ വായിച്ചപ്പോൾ I saw Moses out of his anger with one beat he killed an Egyptian. മോശ കോപിച്ചിട്ട് ഒരു അടി കൊണ്ട് ഒരു മിസ്രയീമിനെ കൊന്നു. Just imagine, no weapon, one beating. നിങ്ങൾ അത് ആലോചിച്ച് നോക്കുക, ഒരു ആയുധവുമില്ല, ഒരു അടി കൊണ്ട്. How much anger Moses would have had? എത്രത്തോളം ആ മോശ കോപിഷ്ഠനായിരിക്കണം. Yes or no? ശരിയല്ലേ? Sometimes husbands, your wives may show that, right? ചിലപ്പോൾ ഭർത്താക്കന്മാർ അത് കാണിക്കും. Sometimes husbands show that. ചിലപ്പോൾ ഭർത്താക്കന്മാർ അങ്ങനെ കാണിക്കും. Pastor Joel was asking, how come this angry man became the meekest man on earth? I don't understand. ഇത്ര കോപിഷ്ഠനായ ഒരു വ്യക്തി ഈ ഏറ്റവും അതിസൗമ്യനായി എങ്ങനെ മാറി, അതെനിക്ക് മനസ്സിലാകുന്നില്ല. Immediately Pastor Selvam said, ഉടനെ തന്നെ പാസ്റ്റർ സെൽവം പറഞ്ഞു, it is because he was waiting on the mount
for 40 days. കാരണം താൻ പർവ്വതത്തിൽ 40 ദിവസം താമസിച്ചത് Do you know കൊണ്ടാകുന്നു. how many times Moses climbed Mount Sinai? എത്ര പ്രാവശ്യം സീനായ് പർവ്വതത്തിൽ മോശ പോയി എന്ന് നിങ്ങൾക്കറിയാമോ? Do you know how many times he climbed there? എത്ര പ്രാവശ്യം പർവ്വതത്തിൽ I കയറി? will not tell it, you go and find it to yourself. ഞാൻ പറയുകയില്ല, നിങ്ങൾ പോയി കണ്ടുപിടിക്കുക. I have counted it and I have written it. ഞാൻ അത് എണ്ണി എഴുതി വെച്ചിട്ടുണ്ട്. Glory be to God. ദൈവത്തിന് മഹത്വം. You know, Moses climbed Mount Sinai more than 7 times. മോശ സീനായ് പർവ്വതത്തിൽ 7 പ്രാവശ്യത്തിൽ He കൂടുതൽ went and കയറി. sat with the Lord. താൻ ദൈവത്തോടു കൂടെ ഇരുന്നു. Seeing God face to face. ദൈവത്തോട് മുഖാമുഖമായി You know what സംസാരിച്ചു. എന്താകും സംഭവിച്ചത്? Moses' character got changed. അവന്റെ സ്വഭാവം മാറി. The more you come to this church, ഈ സഭയിലേക്ക് നിങ്ങൾ എത്രത്തോളം the വരുന്നു, more you come into the sanctuary, വിശുദ്ധ മന്ദിരത്തിലേക്ക് the എത്രത്തോളം more വരുന്നു, character transformation takes place. സ്വഭാവ രൂപാന്തരം അത്രത്തോളം സംഭവിക്കുന്നു. But it will not happen to everybody. എന്നാൽ എല്ലാവർക്കും അത് സംഭവിക്കില്ല. Only those who desire for that. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് മാത്രം. Only those who desire for that. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് In മാത്രം. UK, യുകെയിൽ there was a time when a family was going to the church in Brixton. ബ്രിക്സ്റ്റണിൽ ഒരു കുടുംബം ഒരു സഭയിലേക്ക് പോയിരുന്നു. The father, mother, they had 2 sons, one elder son and a small boy. അപ്പനും അമ്മയും 2 മക്കളും. So what happened while they were going? The elder son suddenly he started shouting, "Stop the car!" ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൂത്ത മകൻ ഉടനെ വിളിച്ചു പറഞ്ഞു, കാർ നിർത്തുക എന്ന്. The father don't know, he applied the brake. പിതാവ് ബ്രേക്ക് ചവിട്ടി. He said, "I don't want to come to church anymore." എനിക്ക് സഭയിലേക്ക് വരണ്ട. Father said, "Why?" അപ്പൻ ചോദിച്ചു, എന്താകുന്നു He കാര്യം? said, "I don't want to be hypocrites like you." എനിക്ക് നിങ്ങളെ പോലെയുള്ള ഈ കപടഭക്തിക്കാരെ കാണേണ്ട. You people, when they go to church, you are so holy. When you come to church, you are fighting, you are quarreling, no prayer, no Bible reading, nothing. But when you go to church, you show yourself as a different person. I don't want to be like that. നിങ്ങൾ സഭയിലേക്ക് പോകുമ്പോൾ വളരെ പരിശുദ്ധരായി കാണിക്കുന്നു, എന്നാൽ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥനയില്ല, വായനയില്ല, നിങ്ങൾ വ്യത്യസ്തമായ വ്യക്തികളാകുന്നു. How many hypocrites are sitting here? ഇവിടെ എത്ര കപടഭക്തിക്കാരി ഇരിക്കുന്നുണ്ട്? How many of us are playing church games? ആരൊക്കെ ഇങ്ങനെ സഭാ കളി കളിക്കുന്നു? You are not coming to church just like that. നിങ്ങൾ വെറുതെ സഭയിലേക്ക് വരികയില്ല. If you don't have the desire to change your characters, all the time you may sit here, but nothing is going to happen. നിങ്ങളുടെ സ്വഭാവം മാറുവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ എത്ര സമയം ഇവിടെ ഇരുന്നാലും ഒന്നും സംഭവിക്കില്ല. Seek the beauty of the Lord. ദൈവത്തിന്റെ സൗന്ദര്യം നിങ്ങൾ Say to അന്വേഷിക്കുക. the Lord, "Lord, I want to change my character. കർത്താവേ, എന്റെ സ്വഭാവം എനിക്ക് മാറ്റണം. Lord, I cannot able to pray. I cannot able to read Bible. Please change me." കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല, വേദപുസ്തകം വായിക്കുവാൻ സാധിക്കുന്നില്ല, എന്നെ Your മാറ്റണമേ. children are watching you. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ You നോക്കിക്കൊണ്ടിരിക്കുന്നു. cannot tell them to be godly when you are worldly. നിങ്ങൾ ഭൗമികരായിരിക്കുമ്പോൾ, ലൗകികരായിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ Let ദൈവികരാകുവാൻ me ask a question to all the parents. ഓരോ മാതാപിതാക്കളോടും ചോദിക്കട്ടെ, Do you think if your children follow your sincerity with God, will they go to heaven? നിങ്ങളുടെ അതേ Will you be happy about that? നിങ്ങളുടെ അതേ രീതി ആത്മാർത്ഥത അവർ തുടരുന്നുവെങ്കിൽ അവർ സ്വർഗത്തിൽ പോകുമോ? Dear child of God, let's be very, very careful about it. പ്രിയ ദൈവത്തിലെ വളരെ ശ്രദ്ധിച്ചിരിക്കുക. In the church, in the sanctuary, we get the beauty. We have to get it. സഭയിൽ വിശുദ്ധ മന്ദിരത്തിൽ നാം സൗന്ദര്യം നമുക്ക് ലഭിക്കുന്നു. Oh, the princes. രാജപ്രഭുക്കന്മാർ. Oh, the daughter of king. ആ രാജാവിന്റെ പുത്രി. She is full of inward beauty. രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. The Lord delights in their beauty. ആ കർത്താവ് അതിൽ സന്തോഷിക്കുന്നു. Only people whose character have been changed, they can go when Jesus comes. യേശു വരുമ്പോൾ പോകാൻ സാധിക്കുന്നത് ആരുടെ എല്ലാം സ്വഭാവം മാറ്റപ്പെട്ടിരിക്കുന്നു അവർക്ക് മാത്രമാകുന്നു. Understand, when Jesus is coming, don't say that by the grace of God I will be transformed. കർത്താവായ യേശു പ്രത്യക്ഷനാകുമ്പോൾ കൃപയാൽ ഞാൻ പോകുമെന്ന് നിങ്ങൾ Because പറയരുത്. Paul said all will be transformed. ചിലർ പറയും എല്ലാവരും രൂപാന്തരപ്പെടും. No. അങ്ങനെയല്ല. The transformation is only for the body on that time. ആ സമയത്തുള്ള രൂപാന്തരം ശരീരത്തിന് മാത്രമാകുന്നു. During the rapture, transformation is only for the body, not for the soul. ആ സമയത്ത് രൂപാന്തരം എന്നത് ദേഹിക്കല്ല, ശരീരത്തിന് മാത്രമാകുന്നു. Glory be to God. ദൈവനാമം If വാഴ്ത്തപ്പെടുമാറാകട്ടെ. your characters are not changed, your body will not be transformed. നിങ്ങളുടെ സ്വഭാവം മാറിയില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മാറുകയില്ല. Oh, that God may help us. ദൈവം അതിനെ സഹായിക്കട്ടെ. That's why I tell you, people who don't even, you come to church not having desire is one side. If you don't even come to church, just imagine about your state. നിങ്ങൾ സഭയിലേക്ക് വരുന്നു എന്നാൽ നിങ്ങൾക്ക് ആഗ്രഹമില്ല, അതൊരു കാര്യം. എന്നാൽ നിങ്ങൾ സഭയിലേക്ക് വരുന്നേയില്ല, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. Okay, we are in the February.
നാം ഇപ്പോൾ ഫെബ്രുവരി മാസത്തിലാകുന്നു. In January, I attend all the tarrying meeting. Those who say like that, lift up your hands. ജനുവരി മാസത്തിൽ ഞാൻ എല്ലാ കാത്തിരിപ്പ് യോഗത്തിനും I'll give a വന്നു prize for എന്നുള്ളവർ നിങ്ങൾ കരങ്ങളെ ഉയർത്താം. I ഞാൻ attended all സമ്മാനം the തരും. tarrying meeting. എല്ലാ കാത്തിരിപ്പ് യോഗത്തിനും ഞാൻ വന്നു എന്ന് പറയുന്നവർ 2 people. 2 പേർ, 3 പേർ. Seriously, you are doubting. 3 people, 4. 4 പേർ. Okay, Sonapur prayer. I attended all the Sonapur prayer in January. Lift up your hands. സോനാപൂർ പ്രേയറിൽ എല്ലാ ജനുവരിയിൽ മുഴുവൻ സംബന്ധിച്ചവർ കരങ്ങളെ ഉയർത്താം. That is what I am asking. ഇതാകുന്നു ഞാൻ ചോദിച്ചത്. See, did you see the state of the church? ഈ സഭയുടെ I അവസ്ഥ want, നോക്കുക. okay, 2024. I attended all the Sunday meetings without one meeting, without failing in one meeting. Lift up your hands. 2024 എല്ലാ സഭായോഗത്തിനും ഞാൻ വന്നു എന്ന് പറയുന്നവർ പറയുക, കരയുയർത്താം. Ayyo, what is this? Jabulali, lot of works are there. Be ready, be ready. പല You പണികളും are in honeymoon period. ഇപ്പൊ ഇത് മധുവിധ I am സമയമാണ്. not the in charge now, ഞാനിപ്പോൾ so I am teaching you softly. ഞാൻ വളരെ മൃദുവായി Pray that I പഠിപ്പിക്കും. will not be put as an in charge. Then you will have very tough time. എനിക്ക് ഇതിന്റെ ചാർജ് ലഭിക്കരുത് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. Please, ദയവ് ചെയ്ത് presence of God is something very, very important. ദൈവത്തിന്റെ സന്നിധി എന്നത് വളരെ പ്രധാനപ്പെട്ടതാകുന്നു. Oh, that God may give us the inner strength and the inner beauty. Let us praise God. ആന്തരികമായ ബലവും തേജസ്സും ദൈവം നമുക്ക് നൽകട്ടെ. അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. The last and the final thing. അവസാനത്തെ കാര്യം എന്നത് As usual, the best was for the last. പതിവ് പോലെ അവസാനത്തേത് ഏറ്റവും നല്ലതായിരിക്കും. Psalms chapter 63. 63 സങ്കീർത്തനം Let us read verse 2. രണ്ടാമത്തെ വാക്യം വായിക്കാം. And you have to tell me what is there in the sanctuary. ഈ വിശുദ്ധ മന്ദിരത്തിൽ എന്താകുന്നു എന്നത് നിങ്ങൾ പറയണം. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. Okay, what is there in the sanctuary? ഈ വിശുദ്ധ മന്ദിരത്തിൽ എന്താകുന്നുള്ളത്? No. It is God. അത് ദൈവമാകുന്നു. As I saw you in the sanctuary. ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ കണ്ടപ്പോൾ, Oh dear child of God, this is called a meeting not because you are coming to meet me or the people, you are coming to meet Jesus. പ്രിയ ദൈവമക്കളെ, ഇതിന് കൂടിവരവ് അഥവാ മീറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ എന്നെ കാണുവാൻ വരുന്നത് കൊണ്ടല്ല, നിങ്ങൾ ദൈവവുമായിട്ടാകുന്നു Every കാണുന്നത്. meeting is an encounter with Jesus. ഓരോ മീറ്റിംഗും ദൈവവുമായുള്ള Did കൂടിക്കാഴ്ചയാകുന്നു. you meet Jesus through the songs today? ഇന്നത്തെ പാട്ടിലൂടെ നിങ്ങൾ യേശുവിനെ കണ്ടുവോ? Did you meet Jesus through the testimony? ആ സാക്ഷ്യത്തിലൂടെ നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയോ? The boy was saying he came with a lot of questions to the church and God gave him the answer. Did you heard that? ആ ഒരു സഹോദരൻ പറഞ്ഞു, പലവിധമായ ചോദ്യങ്ങളാൽ ഞാൻ സഭയിലേക്ക് വന്നു, എന്നാൽ ദൈവം ഉത്തരം നൽകി. A girl said that I understood the love of God like this never before. ആ സമയത്ത് ഞാൻ ദൈവത്തിന്റെ സ്നേഹം മുൻപെങ്ങും Did you ഇല്ലാത്തവിധം understand മനസ്സിലാക്കി. നിങ്ങളത് മനസ്സിലാക്കിയോ? Did God meet you? Did God meet you in the worship? ആരാധന സമയത്ത് ദൈവം കണ്ടുവോ? As you are listening to the message, did God meet you through the word of God? ദൈവത്തിന്റെ വചനത്തിലൂടെ ദൂതിൽ കൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചുവോ? If not, ദൈവം അങ്ങനെ ചെയ്തുവെങ്കിൽ, if you have not met Jesus, അങ്ങനെ അല്ലെങ്കിൽ the reason is because of the first verse. അതിന്റെ കാരണം എന്നത് ഒന്നാമത്തെ വാക്യമാകുന്നു. David, just imagine, the title of the psalm says that this is a psalm which was written in a wilderness. ഇത് മരുഭൂമിയിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു There is no സങ്കീർത്തനമാണ്. water. അവിടെ വെള്ളമില്ല. He was thirsty. താൻ He don't know where to get water. എവിടെ നിന്ന് വെള്ളം But ലഭിക്കുന്ന. read the first verse. എന്നാൽ ഒന്നാം വാക്യം He വായിക്കാം. says, "My soul thirsteth for thee and not for water." എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു എന്ന് താൻ പറയുന്നു. In the wilderness, David's soul was thirsting for God and not for the water. ആ മരുഭൂമിയിൽ ദാവീദിന്റെ ഹൃദയം ആഗ്രഹിച്ചത് വെള്ളത്തിനല്ല, ദൈവത്തിന് വേണ്ടിയാകുന്നു. For what for your soul is thirsty? നിങ്ങളുടെ ദേഹം എന്തിനാ? Are you thirsty for blessings? നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി Are you ആഗ്രഹിക്കുന്നു. thirsty for healing? നിങ്ങൾക്ക് രോഗസൗഖ്യത്തിന് വേണ്ടി Are you ആഗ്രഹിക്കുന്നു. thirsty for provisions? നിങ്ങൾക്ക് ഉദ്യോഗ കയറ്റത്തിനാകുന്നു ആഗ്രഹം. Are you thirsty for God? അതോ നിങ്ങൾക്ക് ദൈവത്തോടാകുന്നു Let us all ദാഹം? close our eyes. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Every meeting is an encounter with God. ഓരോ കൂടിവരവും ദൈവത്തോടുള്ള കൂടിക്കാഴ്ചയാകുന്നു. Oh, in Psalm 27:4, David said, 27 സങ്കീർത്തനം 4 വാക്യത്തിൽ ദാവീദ് "One thing പറയുന്നു, have I desired of the Lord, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, and that will I seek after, അത് തന്നെ ഞാൻ അപേക്ഷിക്കുന്നു, that I may dwell in the house of the Lord all the days of my എന്റെ life." ജീവകാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ Oh, പാർക്കേണ്ടതിന്. he don't want to come and go, he want to stay there. അവിടെ വന്നും പോയി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ താമസിക്കുവാൻ To ആഗ്രഹിക്കുന്നു. come for Bible study and charing meeting is difficult, but
David wanted to be there 24/7. നമുക്ക് വേദപഠനത്തിനും കാത്തിരിപ്യോഗത്തിനും വരുവാൻ ബുദ്ധിമുട്ടാകുന്നു. എന്നാൽ ദാവീദ് പറയുന്നു, എനിക്കിവിടെ താമസിക്കണം. Why? എന്തുകൊണ്ട്? To see the beauty of the Lord. ആ ദൈവത്തിന്റെ മനോഹരത്വം കാണാൻ. Oh Lord, I want to see you. കർത്താവേ, എനിക്ക് നിന്നെ കാണണം. Shall we all close our eyes? നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. Or the Lord is in our midst. ദൈവം നമ്മുടെ മധ്യയുണ്ട്. At least if you have not met him in this time of altar call, meet him. You just meet him right now. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവനെ കാണാം. Those who are thirsty can alone meet Jesus. അവനെ കാണുവാൻ ദാഹമുള്ളവർക്ക് മാത്രമേ യേശുവിനെ കാണുവാൻ I സാധിക്കൂ. cannot give water for someone who is not thirsty. ദാഹമില്ലാത്ത ഒരാൾക്ക് വെള്ളം കൊടുക്കുവാൻ എനിക്ക് If you സാധിക്കില്ല. are thirsty, you will come and you will take and you will drink. നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ നിങ്ങൾ വരും, നിങ്ങൾ പ്രാർത്ഥിച്ച് അത് Let us നേടിക്കൊള്ളും. close our eyes. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. Let us be on our knees. നമുക്ക് മുട്ടുമേൽ 2 നിൽക്കാം. minutes, let us pray. നമുക്ക് 2 നിമിഷം Lord, പ്രാർത്ഥിക്കാം. let me enjoy your sanctuary. കർത്താവേ, നിന്റെ വിശുദ്ധ മന്ദിരം ഞാൻ ആസ്വദിക്കട്ടെ. Let me come running to your sanctuary. കർത്താവേ, വിശുദ്ധ മന്ദിരത്തിലേക്ക് ഞാൻ ഓടി വരട്ടെ. When I heard there is a Bible study. അത് വേദപഠനമായാലും, Lord, when I heard that there is a Bible study. ഒരു വേദപഠനം ഉണ്ടെന്ന് ഞാൻ കേട്ടപ്പോൾ, Lord, when I heard that there is a tarrying meeting. ഒരു കാത്തിരിപ്യോഗമുണ്ടെന്ന് ഞാൻ കേൾക്കുമ്പോൾ, When I heard that there is a Sunday school. ഒരു സൺഡേ സ്കൂൾ ഉണ്ടെന്ന് ഞാൻ Oh, കേൾക്കുമ്പോൾ, my heart rejoiced in you, Lord. കർത്താവേ, എന്റെ ഹൃദയം Like സന്തോഷിക്കുന്നു. David, my heart leaped in കർത്താവേ, joy. ദാവീദിനെ പോലെ എന്റെ ഹൃദയം Oh, സന്തോഷിക്കുന്നു. give that joy in your presence. കർത്താവേ, നിന്റെ സന്നിധിയിലെ സന്തോഷം എനിക്ക് തരയണമേ. Shall we all pray to God? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Hallelujah, 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 hallelujah. Amen, amen, amen. Hallelujah, 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 hallelujah. Amen. Let's remember, നമുക്കിതാ ഓർക്കാം, everything which you do in this place is eternal. നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യവും നിത്യമായിരിക്കും. It is preparing you for eternity. നിത്യതയ്ക്ക് വേണ്ടി അത് നിങ്ങളെ Oh, ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. that God may prepare us all for His coming through His sanctuary. Shall we all praise വിശുദ്ധ God? മന്ദിരത്തിലൂടെ അവന്റെ വരവിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Come what may. Come what may. Whether there be a death or a marriage. എന്ത് സംഭവിച്ചാലും, A death or a marriage. ഒരു വിവാഹമായാലും മരണമായാലും, I am not going to miss a Sunday meeting. ഒരു സഭായോഗം ഞാൻ മുടക്കുകയില്ല. I am not going to miss a tarrying meeting. ഒരു കാത്തിരിപ്യോഗം ഞാൻ I am മുടക്കുകയില്ല. not going to miss a Bible study. ഒരു വേദപഠനം ഞാൻ Oh, I am മുടക്കുകയില്ല. going to come running to the presence of ദൈവത്തിന്റെ God. സന്നിധിയിലേക്ക് ഞാൻ ഓടി വരും. If you desire, God will not even allow such things to happen on those നിങ്ങൾ അങ്ങനെ days. ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു കാര്യം ദൈവം How many അനുവദിക്കുകയില്ല. of you want to seek the presence of ദൈവത്തിന്റെ God? സന്നിധി എത്ര പേർ ആഗ്രഹിക്കുന്നു? Those who have the desire, lift up your right hands. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരങ്ങളെ Oh, the heaven is watching. സ്വർഗം The angels നോക്കിക്കൊണ്ടിരിക്കുന്നു. are taking notes. ദൂതന്മാർ If you നോക്കിക്കൊണ്ടിരിക്കുന്നു. desire, the Lord will give you the grace. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ You ദൈവം will not be sick during the meeting times. ആ സമയത്ത് നിങ്ങൾ രോഗിയായിരിക്കില്ല. God will give you the grace. ദൈവം കൃപ നൽകും. You will not feel tired. നിങ്ങൾ ക്ഷീണിച്ചിരിക്കില്ല. God will give you the grace. ദൈവം ആ കൃപ നൽകും. Oh, you will not feel unhappy. നിങ്ങൾ ആരോഗ്യമില്ലാതെ You ഇരിക്കില്ല. will not feel sad. നിങ്ങൾ ദുഃഖിച്ചിരിക്കില്ല. You will not come with compulsion. നിങ്ങൾ നിർബന്ധത്തോടെ അല്ല God നിങ്ങൾ will വരുന്നത്. give you the grace. ദൈവം ആ കൃപ നൽകും. Oh, that God may give that grace to every one of us, giving all our lives and our families into the hands of Father, Son, and the Holy Spirit. Let us praise God. നമുക്കെല്ലാവർക്കും ദൈവം ആ ആഗ്രഹം തരട്ടെ. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനും സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Let us pray. Heavenly Father, we praise you and thank you, O God. Thank you for this blessed devotional service which you have given us in the beginning week of this new month, O Master. Past all the days of this month, O God. Past whole month, O God, as a mother-like God, as a father-like God, O Father God, as the God of Ebenezer, O God. You have helped us, preserved us, protected us, supplied all our needs, O Master. Delivered us from all the snares of the devil, O God. Kept us alive in the land of living. Even today, kept us in thy presence, O Master. For all the good things that was done in our life hitherto, we praise you and thank you, O Father God. Thank you for undertaking and blessing our service, O Father God, through service of songs, through the mighty anointing of the Holy Spirit, O God, through the words of exhortation, through every session of this service, O Master. You have strengthened us, blessed us, O God, for all the blessings that were showered upon us in this meeting. We praise you and thank you, O God, for raising up living testimony. We praise you and thank you. Thank you for revealing us the divine counsel from the throne above, O Master. Yes, O God, in these days, O Father God, you have make us to understand the importance to come to the house of God, O Master. As David
David says, I was glad when they said unto me, let us go to the house of God. Yes, Master, thank you for helping us to understand the importance to come to the house of God, oh Master. When we come to the house of God, yes, Master, when we come to the sanctuary, you are helping us, oh God, spiritually, physically, materially, you are helping us, oh God. Give us grace to come to the house of God and receive the help, oh God. When we come to the sanctuary, you are giving us the understanding, oh God. When we come to the sanctuary, you are showing us the way of God, Yes, through the Lord. will of Yes, God, through the Lord. plan Yes, of God, through Lord. the counsel, oh Master. Help us to come to the sanctuary and to know about the way of God, oh Master. Yes, oh God, when we come to the sanctuary, you are strengthening us, oh God, in these days to wait in the presence of God, to praise you and receive the strength. Give us grace, oh God. When we come to the sanctuary, you are giving us the beauty, oh God. You are Yes, adorning us with thy Lord. beauty, Yes, oh God. Lord. Yes, Transform our Lord. life, oh Father God. Let us not live a hypocritical life, oh God. Adorn us with thy divine nature, oh God, so that we may receive the inward beauty, oh God. When we come to the sanctuary, oh Master, you are in the sanctuary, oh God. Give us grace, oh Father God. Give us a desire to see the beauty, oh Father.